ഈ സാധാ പാൻറ്റിൻ്റെ അളവുകളാണ്. ഫുൾ ലെന്തെന്ന് പറയുന്നത് 36 ഇഞ്ച് വേണം. അതുകൂടാതെ അതിൻ്റെ തയ്യൽ തുമ്പും ബാക്കി അതുകൊണ്ടാണ് അവിടെ പ്ലസ് ഇട്ട് വെച്ചിരിക്കുന്നത്. സീറ്റ് വിഡ്ത്ത് എന്ന് പറയുന്നത് ഇത് 42 ഇഞ്ചാണ്. അത് ബെൽറ്റിൻ്റെ അവിടെ നമ്മൾ അരഭാഗത്തിൻ്റെ വണ്ണം എന്ന് പറയുന്നത് 36 ഇഞ്ചാണ്. അത് എൻ്റെ കൂടെ എല്ലാം നമ്മൾ അധികം ഇതുണ്ട്. 42ൻ്റെ കൂടെ നമ്മളൊരു 10 ഇഞ്ചെങ്കിലും കൂടുതലിട്ടാൽ മാത്രമേ നമുക്ക് സീറ്റിലിരിക്കുന്നിടത്ത് പ്രശ്നം ഉണ്ടാകാതിരിക്കുകയുള്ളൂ. അപ്പം ഇങ്ങനെ പിന്നെ കാലിൻ്റെ താഴ്ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്തിന് 6 ഇഞ്ചും പ്ലസ് 1/2 ഇഞ്ച് തയ്യൽ തുമ്പാണ്. ക്രോച്ച് ലെന്ത് എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ 42നെ ഈ സീറ്റ് വിഡ്ത്ത് ഉണ്ടല്ലോ, ഈ സീറ്റ് വിഡ്ത്ത് 42 ഇഞ്ചിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നുവോ അത്രയുമാണ് ക്രോച്ച് ലെന്ത് എന്ന് പറയുന്നത്. ഈ ക്രോച്ച് ലെന്ത് അടയാളപ്പെടുത്തുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ ഇതിൻ്റെ ഈ കട്ട് ചെയ്ത് ഈ ഭാഗം ഉണ്ടല്ലോ, ഇത്രയും ഭാഗം നമ്മൾ അധികമായിട്ട് ഇതാണ് ഇവിടെ മുതലുള്ള ഭാഗമാണ് നമ്മൾ ലെന്ത് എന്ന് പറയുന്നത്. മൊത്തം ലെന്ത് ഇതാണ്. പക്ഷേ നമ്മൾ ഇത് വെട്ടുന്ന സമയത്ത് ഇവിടെ മുതൽ ഇവിടം വരെയാണ് നമ്മൾ എടുക്കുന്നത്. ഈ ഭാഗം ബെൽറ്റിൻ്റെ അവിടെ ഈ ഭാഗത്തിന് ഒരു 6 ഇഞ്ച് നമുക്ക് വേണം. അതാണ് ബെൽറ്റ് ഭാഗമെന്ന് അതിന് പറയുന്നത്. ഈ കാണുന്നത് 1.5 ഇഞ്ചോ 1.25 ഇഞ്ചോ പടിയടിക്കാനായിട്ടാണ് ഈ ഭാഗം. കണ്ടോ ഇത്. അപ്പം നമ്മൾ ഈ ക്രോച്ച് എടുക്കുന്ന സമയത്ത് ഇത് ഇത്രയും 6 കുറച്ചിട്ട് വേണം. ഇവിടുന്ന് ഉള്ള മൊത്തത്തിൽ ഇവിടുന്നാണ് ബെൽറ്റിൻ്റെ കുറച്ചിട്ട് 6 ഇഞ്ച് കുറച്ചിട്ട് വേണം. നമ്മളിപ്പോൾ 14 കിട്ടിയത്. ഈ 6 ഇഞ്ച് കുറച്ച് ഈ 6 ഇഞ്ച് നമ്മൾ കുറച്ചിട്ട് വേണം ബാക്കി ഭാഗമാണ് ക്രോച്ചിൽ എന്തായിട്ട് നമ്മൾ ഈ ഭാഗത്ത് അടയാളപ്പെടുത്താനായിട്ട്. ഈ ഭാഗം അപ്പം മൊത്തം 42 ഡിവൈഡ് ബൈ 3 എന്നപ്പോൾ 14 വരും അല്ലേ. ആ 14 6 പോയാൽ ഇത്രയും ഈ ഭാഗത്ത് വരുന്ന അളവെന്ന് പറഞ്ഞാൽ 8 ഇഞ്ചാണ്. 8. ഓക്കെ. അപ്പോൾ പിന്നെ നമ്മളിത് വയ്ക്കുമ്പോൾ ഈ ഭാഗം വരും അല്ലേ. ഇതിങ്ങനെ ഇവിടെ ഇത്രയും ഭാഗം സ്ട്രെയിറ്റ് ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് നമ്മളിങ്ങനെ വരയ്ക്കുകയൊന്നും വേണ്ട. നമ്മൾ ഇവിടെ എല്ലാം സ്ട്രെയിറ്റാണ് ഇവിടെയെല്ലാം. ഓക്കെ, മനസ്സിലായല്ലോ. ഈ താഴ്ഭാഗമാണ്, ഇതാണ് 1.5 ഇഞ്ചോളമാണ് ഈ വീതി എന്ന് പറയുന്നത്. ഇതിൻ്റെ പടി മടിക്കാനായിട്ടുള്ള ഭാഗം. നമ്മുടെ കാലിൻ്റെ വണ്ണം എന്ന് പറയുന്നത് കുറ്റിയുടെ കണങ്കാലിൻ്റെ വണ്ണം എന്ന് പറയുന്നത് 6 ഇഞ്ച്. അതിൻ്റെ കൂടെ പ്ലസ് 1/2 ഇഞ്ച് തയ്യൽ തുമ്പൂടെ. ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള ഭാഗം, ഇത് വെട്ടിയെടുക്കാനുള്ള ഭാഗം. ഓക്കെ. ഹായ് ഫ്രണ്ട്സ്, ടിക് ടാക് ബ്യൂട്ടി ക്രിയേഷനിലേക്ക് സ്വാഗതം. നമുക്കിന്നൊരു ചുരിദാറിൻ്റെ സാധാ പാൻറ്റ് തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഇവിടെ 2 മീറ്റർ തുണിയുള്ളേ. ഇതിൻ്റെ വീതി എന്ന് പറയുന്നത് 40 ഇഞ്ചും. തുണി 4ആയിട്ട് മടക്കി ഇട്ടതിന് ശേഷം നമ്മൾ താഴ്ഭാഗത്ത് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്നു. കാരണം തുണി സ്ട്രെയിറ്റ് ആക്കാൻ വേണ്ടിയാണ്. അവിടെ നമ്മൾ 1.5 ഇഞ്ച് അടയാളപ്പെടുത്തി അതിന് കാലിൻ്റെ ഭാഗത്തെ പാദത്തിൻ്റെ ഭാഗത്ത് മടക്കി അടിക്കാനുള്ളതാണ്. 1.5 ഇഞ്ച് വീതിക്ക് ഒരു മാർക്ക് ചെയ്യുന്നു. 1.5 ഇഞ്ച് വീതിയിൽ എന്നിട്ടൊരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുന്നു. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനുശേഷം ഇതിൻ്റെ വീതി എന്ന് പറയുന്നത് മൊത്തം കാലിൻ്റെ താഴ്ഭാഗം എന്ന് പറഞ്ഞാൽ 6 ഇഞ്ചാണ് എടുക്കുന്നത്. 6 ഇഞ്ച് മതി. സാധാരണ ഒരു അധികം ഫാറ്റി അല്ലാത്തൊരു സാധാരണ മിക്കവാറും ആൾക്കാർക്ക് 6 ഇഞ്ച് മതി. അതിൻ്റെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ചേർക്കണം. എന്നിട്ട് നമ്മളത് അതേപോലെ തന്നെ താഴെ അതേപോലെ തന്നെ മാർക്ക് ചെയ്യാണ് കേട്ടോ. അതിനിട്ട് നമ്മൾ ഇച്ചിരി ഒരു 4 ഇഞ്ചും കൂടി ചരിച്ചു വരയ്ക്കണം. ഇതിൽ കാണിക്കുന്ന പോലെ ഇപ്പം കണ്ട ആ മാർക്ക് ചെയ്തതിന് അവിടുന്ന് താഴോട്ട് ഇച്ചിരി 4 ഇഞ്ചോളം നമ്മൾ ചരിച്ചു വരയ്ക്കുക. എന്നാലും നമ്മൾ ഈ മടക്കി അടിക്കുന്ന സമയത്ത് നമുക്കിത് കറക്റ്റായിട്ട് കാലിൻ്റെ മേളിലോട്ട് വരുന്നവർ വണ്ണം കൂടുതലല്ലേ, അപ്പോൾ തുണി കറക്റ്റായിട്ട് വരണം. ഇനി നമ്മൾ അതിൻ്റെ നീളം അടക്കുകയാണ്. നമുക്ക് ആകെ മൊത്തം നീളം എന്ന് പറയുന്നത് 36 ഇഞ്ചാണ് വേണ്ടിയത്. 36 ഇഞ്ച് അടയാളപ്പെടുത്തുകയാണ്. എന്നിട്ടൊരു സ്കെയിൽ വെച്ച് അത് സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുന്നു.
ആക്ച്വലി അത്രയും നീളം മതി. ബാക്കി മേലോട്ട് കിടക്കുന്ന തുണി നമുക്ക് അധികമാണ്. ഇവിടെ ഫോൾഡായിട്ടുള്ള ഏരിയ ആയതുകൊണ്ട് നമുക്കത് പടിക്കൊക്കെ ഉപയോഗിക്കാനായിട്ട് ഉപയോഗിക്കാം. പിന്നെ വരച്ച് കഴിഞ്ഞു. ഇതിൻ്റെ ഫുൾ എത്ര വീതിയുണ്ടോ അത്രയും വീതി നമുക്ക് ആവശ്യമുണ്ട്. കാരണം ഇവിടെ സൈഡിൽ പ്ലീറ്റ് ഇട്ടാണ് വരുന്നത് പാൻറ്റ്. നമുക്ക് ക്രോച്ചിൻ്റെ വീതി എന്ന് പറയുന്നത് 2 അല്ലെങ്കിൽ 2.5 ഇഞ്ചാണ്. ഞാനിവിടെ 2 ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത്. താഴേക്കും അതേപോലെ തന്നെ മാർക്ക് ചെയ്തു. സീറ്റ് വിഡ്ത്ത് എന്ന് പറയുന്നത് നമുക്കിവിടെ 42 ഇഞ്ചാണ്. ആദ്യമേ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ 3 കൊണ്ട് ഇട്ട് വേണമെങ്കിൽ ക്രോച്ച് ലെന്ത് നമുക്ക് ഇടും. ക്രോച്ച് ലെന്തിൽ നമുക്കിപ്പോൾ ഇതിനകത്ത് വേണ്ടത് മൊത്തം അല്ലേ 36. മേളിൽ ബെൽറ്റ് അടിക്കാൻ ഈ ഭാഗത്തിന് ഒരു 6 ഇഞ്ച് വേണം. ആ 6 ഇഞ്ച് ഇപ്പം 42-നെ നമ്മൾ എത്ര കൊണ്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 14 കിട്ടും. 14 നിന്ന് ഈ 6 ഇഞ്ച് നമ്മൾ ഈ മേളിലടിക്കുന്ന പടിയുടെ ഭാഗം കുറച്ചുകൊണ്ടാണ് നമ്മൾ ബാക്കി ഭാഗത്താണ്. അപ്പോൾ 8 ഇഞ്ച്, ആ 8 ഇഞ്ചാണ് അവിടെ മാർക്ക് ചെയ്തത്. ബാക്കി ഇത്രയും ഭാഗം നമ്മൾ വെട്ടിയെടുക്കും. നമ്മൾ എന്നിട്ട് ഇതുപോലുള്ള കെയർഡായിട്ടുള്ള സ്കെയിലുണ്ട്. ഇങ്ങനെ ചരിച്ച് നമുക്ക് അടയാളപ്പെടുത്താനായിട്ട് എളുപ്പമാണ്. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ബെല്ലൈക്കനോട് ഒന്ന് എനേബിൾ ചെയ്യണം. എന്നാൽ മാത്രമേ ഞാനിടുന്ന ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ. പിന്നെ കമൻസൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും അഭിപ്രായങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ഇടണം. അതുപോലെ ലൈക്ക് കൂടെ ഒന്ന് ചെയ്തേക്കണേ. ഓക്കെ, അത് നമ്മൾ വെട്ടിയെടുത്തു ആണ്. അപ്പം ഇനി നമുക്ക് ബെൽറ്റിൻ്റെ നമ്മളിനി ബെൽറ്റിൻ്റെ ഭാഗം മോളിൽ പടി പോലെ അടിച്ച് മറക്കില്ല, അതിന് വേണ്ടിയിട്ടുള്ള ഭാഗമാണ്. നമ്മൾ ആ സൈഡിൽ നിന്ന് വെട്ടി കിട്ടിയ ബാക്കി ഭാഗം എടുത്താണ് അത് സ്ട്രെയിറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് ഈ കാണുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ പിടിച്ചിരിക്കുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ തേരുവശമാണ്. 4 പീസുണ്ട് അങ്ങനെ. അപ്പം നമുക്ക് ആവശ്യമുള്ള ബെൽറ്റിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ ആ പടിയും മടക്കി അടിക്കാനായിട്ട് ഒരു 1.5 ഇഞ്ച് 1.25 ഇഞ്ചൊക്കെ നമ്മൾ മാർക്ക് ചെയ്യുന്നു അങ്ങേയറ്റം വരെ. അതിനുശേഷം മൊത്തം നമുക്ക് ബെൽറ്റിൻ്റെ അവിടെ എന്ന് പറയുന്നത് 6 ഇഞ്ച് വേണേ പടിയായിട്ടുള്ള ഭാഗം, 6 തയ്യൽ തുമ്പും. അപ്പം നമ്മൾ ആദ്യം എടുത്ത് ആ സ്റ്റെപ്പ് കഴിഞ്ഞിട്ടുള്ള ആ പടി മടക്കി എടുക്കുന്നത് കഴിഞ്ഞിട്ടുള്ള ഭാഗം വേണം 6 ഇഞ്ച്, ഒരു 1/2 ഇഞ്ചോളം തയ്യൽ തുമ്പും. ഇതിങ്ങനെ അങ്ങേയറ്റം വരെ 4 പീസുണ്ട്. നമ്മൾ ഇത് ചേർത്ത് തയ്ച്ചിട്ട് വേണം നമുക്ക് മുകൾ ഭാഗം തയ്ക്കാനായിട്ട്. നമ്മൾ സ്ട്രെയിറ്റായിട്ട് വരയ്ക്കുന്നു, അത് കട്ട് ചെയ്തെടുക്കുന്നു. ഓക്കെ, സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാമേ. ആദ്യം നമ്മൾ ആ മേൽഭാഗം 6 ഇഞ്ച് വെട്ടിയെടുത്തിട്ടുണ്ടല്ലോ, അത് നമ്മൾ ജോയിൻ ചെയ്യുകയാണ്. ഓരോ പീസ് 4 പീസുണ്ടല്ലോ, 4 പീസും ജോയിൻ ചെയ്യും. അങ്ങനെ ജോയിൻ ചെയ്യുന്ന ഭാഗമാണ് ഈ കാണുന്നത്. ഓരോയിടത്തും 2 സ്റ്റിച്ച് വീതം വേണം ഇടാൻ. 2 തയ്യലുണ്ടാവണം, അല്ലെങ്കിൽ പെട്ടെന്ന് ചിലപ്പോൾ അത് കീറിയൊക്കെ പോകും. ഒരു 1/2 ഇഞ്ച് കൂടുതൽ തയ്യൽ തുമ്പെങ്കിലും വേണം. കാരണം ഇതൊരു സിൽക്കി ആയിട്ടുള്ള തുണി ആയതുകൊണ്ട്, ഫാബ്രിക് ആയതുകൊണ്ട് ഇതിന് പിഞ്ചി പോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ 2 ഇങ്ങനെയുള്ള തുണികൾ നമ്മൾ 2 സ്റ്റിച്ച് ഇടണം, തിരിച്ചും മടിച്ച്. ഓക്കെ, അങ്ങനെ തയ്ച്ചതിന് ശേഷം നമ്മളത് നിവർത്ത് വെക്കുകയാണ്. നിവർത്തുന്നുണ്ട് ആദ്യത്തെ അത് ഫ്രണ്ട് ഭാഗം വരുന്നതാണ്. ഫ്രണ്ട് ഭാഗം വരുമ്പോൾ അവിടെ ഒരു പ്രത്യേകതയുണ്ടെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഒന്ന് ജസ്റ്റ് ഒരു 1/2 ഇഞ്ചോളം തയ്ച്ചിട്ട് ബാക്കി വിട്ടിട്ട് വേണം തയ്ക്കാനായിട്ട്. എന്താണെന്ന് ചോദിച്ചാൽ അവിടെ ഒരു നമുക്ക് ത്രെഡ് ഇടാനുള്ളതായതുകൊണ്ട്, ഫീത്ത ഇടാനായിട്ടുള്ളതായതുകൊണ്ട് അത് നമ്മൾ അത്രയും ഭാഗം വിട്ടിട്ടുള്ളൂ. എന്നിട്ട് ആ ഒരു അകത്തേക്ക് മടക്കി അടിക്കുകയാണ്. ഈ കാണുന്നത് പോലെ ഇതിൻ്റെ പുറഭാഗം, ഇതിൻ്റെ അകഭാഗം അല്ലേ. ഇങ്ങനെ നമ്മൾ തയ്ച്ചതിന് ശേഷം ഹോള് പോലെ കാണുന്നിടത്തൂടാണ് നമ്മൾ വള്ളി ഇടുന്നത്.
അങ്ങനെ ഓരോ 4 പീസുകളും ചേർത്തടിക്കുകയാണ്. ചേർത്തടിച്ചിട്ട് നമ്മൾ സീറ്റ് മൊത്തം വിഡ്ത്ത് എത്രയാണെന്ന് വെച്ചാൽ അതാണ് ബെൽറ്റിൻ്റെ അവിടെയുള്ള വീതി എത്രയാണെന്ന് വെച്ചാൽ ആ വീതിക്കനുസരിച്ചാണ്. അതിൻ്റെ കൂടെ 4 ഇഞ്ച് കൂടെ നമ്മൾ അധികം ഇടും. അങ്ങനെ എല്ലാ പീസുകളും കൂട്ടിച്ചേർത്ത് ശേഷം നമ്മൾ പടി മടക്കി അടിക്കുകയാണ്. 1.25 ഇഞ്ചോളം പടി മടക്കി അടിക്കുന്നു. പടിക്ക് ഒരൊറ്റ സ്റ്റിച്ച് മതി. തേരുവശമായതുകൊണ്ട് നമുക്ക് മടക്കി അടിക്കാൻ വേണ്ട. അങ്ങനെ അങ്ങ് മടക്കി അടിച്ചാണ് ഇങ്ങനെ അടിച്ചു കിട്ടിയതാണിത്. ഉണ്ടോ? അപ്പോൾ മേളത്തെ ഏറ്റവും പിന്നെ ഇത് നമ്മൾ കാലിൻ്റെ ഭാഗം തയ്ക്കാനായിട്ട് നമുക്കിങ്ങനെ ബെൽറ്റ് ചെയ്ത് കിട്ടും. എന്തോ ഇതിൻ്റെ പേര്, സ്റ്റിഫ് കിട്ടും. ഇത് 1.25 ഇഞ്ചോളം ഈ പാൻറ്റിൻ്റെയൊക്കെ ബെൽറ്റ് അടിക്കുമ്പോൾ അതിനൊക്കെ ഉപയോഗിക്കുന്നതാണിത്. കാലിൻ്റെ അവിടെ നമ്മൾ ഇച്ചിരി കട്ടിക്കിരുന്നോളും. ഒന്ന് തയ്ച്ചു, അതൊന്ന് മടക്കി വീണ്ടും ഒന്ന് അടിച്ചു. നമ്മളതിൽ ഞാനവിടെ 4 സ്റ്റിച്ചസ് ഇടുന്നുണ്ട് സ്ട്രെയിറ്റ് ആയിട്ടുള്ള. പിന്നെ നമുക്ക് ഇടയിൽ കൂടെ വേണ്ടിയവർക്ക് ഇങ്ങനെ സിക്സാഗ് പോലോ ഏത് ഡിസൈൻ വേണേലും നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഞാനങ്ങനൊന്നും ചെയ്യുന്നില്ല. ഈ വീഡിയോ കാണുന്നതിന് കൂട്ടുകാർക്കൂടെ ഒന്ന് ഷെയർ ചെയ്യണേ. നമ്മളിനി ക്രോച്ച് 2 പീസിൻ്റെ ഒരേപോലെ വെച്ചിട്ട് ക്രോച്ച് തയ്ക്കുകയാണ്. 2 പീസുകളെടുത്ത് ഇങ്ങനെ നിവർത്തിയിട്ട് അതിൻ്റെ ഈ 2 സൈഡിലായിട്ട് 2 പീസുകൾ തമ്മിൽ ക്രോച്ചിൻ്റെ ആ ഭാഗം തയ്ക്കണം. ഒരു 1/2 ഇഞ്ചോളം തയ്യൽ തുമ്പിട്ട് വേണം തയ്ക്കാൻ. ഉണ്ടോ? ഇന്നത്തെ കറുത്ത തുണിയായതുകൊണ്ട് ഒരു ബ്രൗൺ കളർ തുണിയാണ്, കാണത്തോലും ഇല്ലല്ലേ. ആ 2 സൈഡിലും ക്രോച്ചുകൾ തമ്മിൽ ജോയിൻ ചെയ്തു നമ്മൾ. ജോയിൻ ചെയ്തതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് 2 സൈഡിൽ നിന്നും 10 ഇഞ്ച് ഓളം നമ്മളിങ്ങോട്ട് നീക്കി അത്രയും ഭാഗം ഒരു മാർക്ക് കൊടുക്കണം 2 സൈഡിലായിട്ട്. ഈ വലത്തെ കാലിൻ്റെ അവിടെ ഇടത്തെ കാലിൻ്റെ അവിടെ അങ്ങനെ ചെയ്യണം. എന്നിട്ട് അവിടെ നമ്മൾ അത്രയും ഭാഗത്ത് മാർക്ക് ചെയ്തെടുത്തു നിന്ന് അത്രയും ഭാഗത്ത് പ്ലീറ്റ് ഇട്ട് കൊടുക്കണം. അങ്ങനെ പ്ലീറ്റ് ഇട്ടതാണിത്. അതിന് ശേഷം നമ്മൾ നേരത്തെ തയ്ച്ചു വെച്ചില്ലേ സീറ്റിൻ്റെ ബെൽറ്റ് ഭാഗം, ആ ഭാഗവും ഇതും കൂടെ ഇതിൻ്റെ സെൻറ്ററും അതിൻ്റെ ഫ്രണ്ട് ഭാഗവും നമ്മുടെ ആ കാലിൻ്റെ ഫ്രണ്ട് ഭാഗം കൂടെ ഒന്നിച്ച് ചേർത്ത് വെച്ച് പിൻ കുത്തണം. അങ്ങനെ 4 ഫ്രണ്ടിലെ കുത്തിയതിന് ശേഷം ബാക്ക് സൈഡിലേ കുത്തുക. അതിന് ശേഷം 2 സൈഡിലേയും കുത്തുക. ഓക്കെ, അങ്ങനെ കുത്തിയതിന് ശേഷം കറക്റ്റാണോ അളവെന്ന് നോക്കുക നമ്മൾ. എന്നിട്ടത് തയ്ക്കുകയാണ്, ചേർത്ത് തയ്ക്കുകയാണ്. ആണ് ബെൽറ്റിന് നല്ല ഭാഗവും നമ്മൾ ആ താഴെ കാലിൻ്റെ നല്ല ഭാഗവും തമ്മിൽ ഒരുമിച്ച് ചേർത്ത് വെച്ച് വേണം തയ്ക്കാൻ. പിന്നെ കുത്തുമ്പോൾ എളുപ്പമാണ്, കറക്റ്റായിട്ടുള്ള അളവും കിട്ടും, എല്ലാ സൈഡും ഒരുപോലെ തന്നെ ഇരിക്കുകയും ചെയ്യും. നാല് സൈഡും അതുപോലെ പിന്ന് കുത്തുകയാണ്. പിന്ന് കുത്തിയതിന് ശേഷം നമ്മളതിങ്ങനെ തയ്ക്കും. അന്നേരം നമുക്ക് തയ്ക്കാനായിട്ടും എളുപ്പമാണ്. നമ്മൾ ചുറ്റിൽ മൊത്തത്തിലൊന്ന് തയ്ക്കും. ഒരു സ്റ്റിച്ച് ഇട്ടിട്ട് അതിനെ പിന്നെ പുറത്തുകൂടാണ് സ്റ്റിച്ച് ഇടുന്നത്. അങ്ങനെ തയ്ച്ചെടുത്തു. എന്നിട്ട് നമ്മളിനി പുറത്തുകൂടെ സീറ്റിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ ഒരു സ്റ്റിച്ച് ഇടുകയാണ്.
അങ്ങനെ ഇട്ടതിന് ശേഷം നമ്മൾ കാലിൻ്റെ ഭാഗം കറക്റ്റ് 6 ഇഞ്ച് അടയാളപ്പെടുത്തി അവിടെ നിന്ന് ഇങ്ങനെ മേലോട്ട് സ്റ്റിച്ച് ചെയ്ത് പോവുകയാണ് അടുത്ത പടി എന്ന് പറയുന്നത്. എല്ലായിടത്തും ഈ 2 സ്റ്റിച്ച് വേണം അടിക്കാൻ. ഇത് ഒന്ന് തയ്ച്ച് മേളിൽ ചെന്നിട്ട് തിരിച്ച് വീണ്ടും ഇങ്ങോട്ടൊന്നുകൂടെ ഒന്ന് വരണേ. അല്ല, ക്രോച്ചിൻ്റെ ഭാഗത്ത് ഒരു 2-3-4 ബാക്ക്വേഡ്സ് അടിച്ച് 3-4 സ്റ്റിച്ചസ് അവിടെ വരണം. അല്ലെങ്കിൽ ഇരിക്കുന്ന സമയത്തൊക്കെ ഇരുന്നാതെ ഇത് സിൽക്ക് ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ ഇത് പൊട്ടിപ്പോകാനൊക്കെ ഉള്ള സാധ്യതകൾ കൂടുതലാണ്. ഓവർലോക്ക് ഉണ്ടെങ്കിൽ ഓവർലോക്ക് ചെയ്താൽ വളരെ നല്ലതാണ്. രണ്ട് ക്രോച്ചിൻ്റെ അവിടെ വന്നിട്ട് നമ്മൾ 2-3 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും തയ്ക്കുന്നുണ്ട്. ബാക്ക് അടിച്ച് ഫ്രണ്ടിലോട്ട് വീണ്ടും തയ്ച്ച് അങ്ങനെ തയ്ക്കുമ്പം അത് പറഞ്ഞു പോകാതെ സ്റ്റിച്ചസ് ഒന്നും ഇളകി പോകാതെ കീറിപ്പോകാതൊക്കെ ഇരിക്കും. ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാൻ. അതുപോലെ തന്നെ അതിൻ്റെ ബെല്ലൈക്കനോട് ഒന്ന് എനേബിൾ ചെയ്തിട്ടേക്കണേ. പിന്നെ ലൈക്ക് കൂടെ ഒന്ന് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണം. കാരണം പുതിയ ചാനലായതുകൊണ്ടൊന്നും യൂട്യൂബിൻ്റെ ഇതിൽ റീച്ചിലെത്താനായിട്ട് സെർച്ചിൽ വരാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് രണ്ടാമതൊന്നുകൂടെ തയ്ക്കുന്നതാണ്. അങ്ങനെ നമ്മൾ തയ്ച്ചു. അങ്ങനെ നമ്മൾ പാൻറ്റ് തയ്ച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ താങ്ക് യു വെരി മച്ച്. ഓക്കെ.